ഇതിപ്പോൾ ഡോക്ടർ ശശി തരൂർ MP ഇതേക്കുറിച്ച് പറഞ്ഞത് കുറച്ചുകൂടി സെൻസിബിളായിട്ടാണ് എന്ന് വിചാരിക്കുന്നു. ഈ ഫണ്ട് വാങ്ങാതിരിക്കരുത്, വാങ്ങണം എന്ന് വെച്ച് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നിന്നു കൊടുക്കേണ്ടി വരില്ല കേരളത്തിന്. കേരള സർക്കാർ അത് കാട്ടിത്തന്നു. കേരളത്തിന് പാഠ്യപദ്ധതിയിലും മറ്റു കാര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യാനറിയാം, ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് പോകാം. യഥാർത്ഥത്തിൽ ഇതിനെ ഈ രീതിയിലല്ലേ കാണേണ്ടത്? ഈ ഫണ്ട് വാങ്ങിക്കുന്നത് കൊണ്ട് ഏതാണ്ട് വലിയ തോതിൽ, കാരണം അതുമാത്രവുമല്ല, മുമ്പ് പറഞ്ഞ പോലെ ഈ SSA ഈ സർവശിക്ഷ കേരള പദ്ധതിയുടെ ആയിരക്കണക്കിന് കോടി തടഞ്ഞു വെക്കുന്നു. അപ്പോൾ പിന്നെ ഇതല്ലാതെ മുമ്പിൽ എന്ത് മാർഗം? അല്ല, അതാണ് ശരത്തെ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ സിലബസിൻ്റെ കാര്യത്തിലുള്ള ഒരു ആശങ്ക വല്ലാതെ ഉയരുന്നുണ്ട്. അവരെ സംഘപരിവാർ അജണ്ട കുത്തിക്കയറ്റിയ സിലബസ് പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ നയത്തിനെതിരായിരിക്കും. നമുക്ക് ആ വിമർശനങ്ങളിലൊന്നും കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സിലബസ് തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലും അതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം കൈയാളുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. നമ്മുടെ സ്കൂൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ആരുടെ കീഴിലാണ്? നമ്മുടെ ഹെഡ് മാസ്റ്റർമാർ ആരുടെ കീഴിലാണ്? ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റാണ് നിയന്ത്രിക്കുന്നത്. അവിടെ ഒന്നും ഒരു കേന്ദ്ര ഇടപെടൽ നടക്കില്ല. പിന്നെ സിലബസിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എടുക്കുക. ഉദാഹരണത്തിന് ഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. അതിന് പകരം അടുത്ത തവണ മുതൽ ഈ സ്കൂളുകളിൽ സവർക്കറാണ് രാഷ്ട്രപിതാവ് എന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളനുസരിക്കില്ല. ഇനി അങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫണ്ട് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തരില്ല എന്ന് പറയാൻ ഒരു കേന്ദ്ര സർക്കാരിനും കഴിയില്ല. കാരണം ഭരണഘടനാപരമായ മാർഗമുണ്ട്. നമുക്ക് സുപ്രീം കോടതി പോകാം. ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ നിലപാടല്ല, ഈ ശാസ്ത്രീയമല്ലാത്ത സിലബസുമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ തോത് വെട്ടിക്കുറയ്ക്കുന്നു. അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണത്. അല്ല, ശരത്തെ ഒരു മിനിറ്റ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ സുപ്രീം കോടതിയിൽ കേസിന് പോയി. സുപ്രീം കോടതി അവിടെ എന്താ പറഞ്ഞത്? കേരളത്തിന് അർഹമായത് വിട്ടുകൊടുക്കണം. അങ്ങനെ കേന്ദ്ര സർക്കാരിന് നിവൃത്തിയില്ലാതെ തടഞ്ഞു വെച്ചിരുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം റിലീസ് ചെയ്ത് കേരളത്തിന് തരേണ്ടതായിട്ട് അന്ന് വന്നു. മാത്രമല്ല, ഇത് ഭരണഘടനാപരമായ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയും, സംസ്ഥാനങ്ങളുടെ ധനകാര്യസ്ഥിതിയിൽ എങ്ങനെയൊക്കെ കേന്ദ്രം നിയന്ത്രിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം വിശാലമായൊരു ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതിലൊരു ഭരണഘടനാ വിഷയമുണ്ടെന്ന് കോടതി കണ്ടെത്തി. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സിലബസ് പഠിപ്പിക്കണമെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ആ സിലബസ് പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല, പഠിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ അതനുസരിച്ചില്ലെങ്കിൽ കേരളത്തെ അറബിക്കടലിൽ ചവിട്ടിത്താത്തി മുക്കിയൊന്നും കൊല്ലാനൊന്നും പറ്റുമൊന്നുമില്ല. അതൊക്കെ വെറും തോന്നലാണ്. അപ്പോൾ അത്തരം ആശങ്കകൾ വെറുതെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കേന്ദ്രം പറയണ പോലെ RSS പറയണ പോലെ പഠിപ്പിക്കണം, അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കില്ല. അതിനൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, ഫൈറ്റ് ചെയ്യാൻ കോടതികളുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ തന്നെ ജനങ്ങളെന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു കാര്യം താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് പോകാൻ കഴിയും. വെറുതെ പല തരത്തിൽ പെരുപ്പിച്ച് കാട്ടുന്ന ഒരു രീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം താങ്കൾ ആവർത്തിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇന്ന് മന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. NCERT വെട്ടിമാറ്റിയ ഗാന്ധി വധവും മുഗൾ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കുട്ടികളെ പഠിപ്പിച്ച നാടിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പേര് കേരളമാണ്. അങ്ങനെയാണ് നമ്മൾ ആ ചരിത്ര നിഷേധത്തോട് അല്ലെങ്കിൽ പുതിയൊരു ചരിത്ര രചനയിലേക്ക് സംഘപരിവാർ പോയപ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ആ സംസ്ഥാനത്തിനകത്ത് എന്തു പഠിപ്പിക്കണം എന്ന ആ ഒരു കാലത്ത് സംസ്ഥാന വിഷയമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഭരണഘടനാ പ്രകാരം. 1976 അടിയന്തരാവസ്ഥ കാലത്ത് നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഇന്ദിരാഗാന്ധിയാണ്. ഈ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥയുടെ ആ നാളുകളിൽ ചെയ്തതാണ്. അതിൻ്റെ കുറെ കൂടി ആസുരമായ അവസ്ഥയിൽ അതിനെ രൂപപ്പെടുത്താനോ ഉപയോഗപ്പെടുത്താനോ കേന്ദ്ര സർക്കാർ ഈ കാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനോട് പൊരുതേണ്ടി വരുന്നൊരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് പാഠഭാഗം, അതിൻ്റെ ഉള്ളടക്കം, പഠനരീതി. അവിടേക്ക് ഒരു തരത്തിലും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവകാശവും പറഞ്ഞുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആധികാരികമായി സർക്കാർ പറയുന്നത്. PM ശ്രീ ഫണ്ട് വാങ്ങിച്ചു എന്നതിൻ്റെ പേരിൽ. അതാണിപ്പോൾ ശ്രീ ജോർജ് ജോസഫും ആവർത്തിച്ചു. അത് ആവർത്തിച്ചു പറയേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്.